Next topic, complex form of a Fourier integral. We have Fourier integral for a function f of x is f of x equal to 1 by pi integral 0 to infinity minus infinity to infinity f of t cos lambda of t minus x dt d lambda. Okay. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോറിയർ ഇൻ്റഗ്രൽ ഇതാണ്. ഇനി ഒരു ഫോറിയർ ഇൻ്റഗ്രലിൻ്റെ കോംപ്ലക്സ് ഫോം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോസ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ കോസ് ഓഫ് ലാംഡ ടി മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഈവൻ ഫംഗ്ഷൻ ഓഫ് സം ലാംഡ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈവൻ ഫംഗ്ഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 times integral 0 to infinity f of x dx എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ 0 to infinity f of x dxൻ്റെ വാല്യൂ എന്തായിരിക്കും? 1/2 ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. ആ കണ്ടീഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. കോസ് ഓഫ് ലാംഡ ടി മൈനസ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കിതിനെ ഈ 0 ടു ഇൻഫിനിറ്റി എന്നുള്ള ടേമിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിലോട്ട് ആക്കുമ്പോൾ ഒരു 1/2 എന്നുള്ളൊരു ടേം അഡീഷണൽ ആയിട്ട് വരും. ആ 1/2 എന്നുള്ള ടേം വെച്ചിട്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. Okay, since cos of lambda t minus x is an even function of lambda. ലാംഡയുടെ ഒരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഈ 0 ടു ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെല്ലിൻ്റെ സിമെട്രിക് ഇൻ്റർവെൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സിമെട്രിക് ഇൻ്റർവെല്ലിലോട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആക്കുന്നത്. ഓക്കെ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. നമുക്ക് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് എന്താ? കോംപ്ലക്സ് ഫോം ഓഫ് എ ഫോറിയർ ഇൻ്റഗ്രൽ. അപ്പോൾ കോംപ്ലക്സ് ഫോം എന്ന് പറയുമ്പോൾ എന്താ? സം ഇ റേസ് ടു ഐ തീറ്റ, അതല്ലേ കോംപ്ലക്സ് ഫോം എന്ന് പറയുന്നത്. അതായത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, ഈ ഫോമാറ്റിൽ എഴുതുന്നതിനെയാണ് നമ്മൾ കോംപ്ലക്സ് ഫോം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കോസിൻ്റെ ആംഗിൾ എന്താ? ലാംഡ ഓഫ് ടി മൈനസ് എക്സ്. അപ്പോൾ നമുക്ക് എങ്ങനത്തെ ഫോമാറ്റ് എത്തിക്കേണ്ടത്? കോസ് ഓഫ് ലാംഡ ടി മൈനസ് എക്സ് പ്ലസ് ഐ സൈൻ സം ലാംഡ ഓഫ് ടി മൈനസ് എക്സ് ഈക്വൽ ടു, ഈ ഒരു ഫോമാറ്റിലോട്ട് എത്തിച്ചിട്ട് ഇ റേസ് ടു ഐ ലാംഡ ഓഫ് ടി മൈനസ് എക്സ്. ഇതാണ് നമുക്ക് ഈ ഒരു ഫോമാറ്റിലോട്ടാണ് നമുക്ക് ഈ ഫോറിയർ ഇൻ്റഗ്രലിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ കോസ് ഓഫ് ലാംഡ ടി മൈനസ് എക്സ് എന്നുള്ള ടേം ഇപ്പോൾ ഈ ഇക്വേഷനിലുണ്ട്. പക്ഷേ ഇവിടെ ഐ സൈൻ ഓഫ് ലാംഡ ഓഫ് ടി മൈനസ് എക്സ് എന്നുള്ള ടേം നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ആ ഒരു ഫോമാറ്റിലോട്ട് നമ്മൾ ഈ ഇക്വേഷനെ ചേഞ്ച് ചെയ്യാണ്. ഈ ഇക്വേഷനെ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായാലും 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ ഓഫ് ലാംഡ ഓഫ് ടി മൈനസ് എക്സ് ഡി ലാംഡയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കില്ലേ? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ ലാംഡ ടി മൈനസ് എക്സ് ഡി ലാംഡ വാല്യൂ 0 തന്നെയായിരിക്കും. സിൻസ് സൈൻ ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ ഓഫ് ലാംഡ. ഇനി ഇപ്പോൾ ഇത് 0 ആയതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇനി എന്ത് മൾട്ടിപ്ലൈ ചെയ്താലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കില്ലേ? അപ്പോൾ ഞാനിപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി, ഒരു അഡീഷണൽ ആയിട്ട് ഒരു ഇൻ്റഗ്രലും കൂടി വെച്ചിട്ട് ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. സൈൻ ഓഫ് ലാംഡ ഇൻറ്റു ടി മൈനസ് എക്സ് ഡി ലാംഡ ഡി ടി ഡി ലാംഡ ഈക്വൽ ടു 0. ഇവിടെ ഡി ടി എന്നാണേ, ഡി ടി ഡി ലാംഡ ഈക്വൽ ടു 0. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഈ ടേമും കൂടി മൾട്ടിപ്ലൈ ചെയ്താലും ഇതിൻ്റെ വാല്യൂ തന്നെ റൈറ്റ് സൈഡിലെ വാല്യൂവിന് ചേഞ്ച് ഒന്നും പറഞ്ഞില്ല, അതും 0 ആണ്. അതുപോലെ തന്നെ ഒരു 1/2 ലാംഡയും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ 1/2 ലാംഡ അല്ല 1/2 പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സൈൻ ഓഫ് ലാംഡ ടി മൈനസ് എക്സ് ഡി ടി ഡി ലാംഡ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ആക്ച്വലി നമ്മൾ 0 ടു ഇൻഫിനിറ്റി ആയിരുന്നു കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ 0 ടു ഇൻഫിനിറ്റിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഫോമാറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് അത് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/2 എന്നുള്ളതിനെയും കൂടി
എടുത്തെഴുതുന്നുള്ളൂ. ആ ഒരു സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്തതേ ഉള്ളൂ. ആദ്യം ഇതിനെ 0 to ഇൻഫിനിറ്റി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് -∞ to ഇൻഫിനിറ്റിയിലോട്ട് ആക്കിയാൽ മതി. അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇനി ഇത് സൈൻ ഓഫ് ലാംഡ ഓഫ് ടി മൈനസ് എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കിത് ഒറ്റയടിക്ക് നേരിട്ട് എഴുതാം. നമുക്ക് ഈ ഒരു ഫോമാറ്റിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒറ്റയടിക്ക് നേരിട്ട് എഴുതാവുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സൈൻ്റെ ടേം കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഒരു ഐയുടെ ടേമും കൂടി വേണം, എന്നാലാണ് അത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പോൾ ത്രൂ ഔട്ട് ഈ ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ നമ്മളൊരു ഐ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സം 0 equal to 1/2 pi integral -∞ to infinity -∞ to infinity f of t I sin ഐയുടെ ടേം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചേഞ്ച് ഒന്നുമില്ലല്ലോ, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് 0 ആയതുകൊണ്ട് നമുക്ക് നോ ചേഞ്ച് dt d ലാംഡ. ഓക്കെ, ഇനി ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക, ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തിട്ട് ഇവിടെ ഐ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മൾട്ടിപ്ലൈങ് 2/i ആൻഡ് ആഡിങ് ടു 1. Thus we get f of x equal to, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ f of x ഉം ഇവിടെ 0 × i എന്ന് പറഞ്ഞാലും 0 തന്നെയാണ്. അപ്പോൾ f of x plus 0 ഈക്വൽ ടു ഈ രണ്ട് ഇക്വേഷൻസിൻ്റെ ഈ രണ്ട് സൈഡ്സ് തമ്മിൽ, റൈറ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യാം. So 1/2 pi integral -∞ to infinity -∞ to infinity f of t cos lambda t minus x plus I sin lambda t minus x dt d lambda. ഇപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് എഴുതാം? e raised to I lambda t minus x. പല ടേംസിനൊന്നും ചേഞ്ചസ് ഒന്നുമില്ല. സോ ഈ ലിമിറ്റിന്, ഈ എക്സ്പോണൻഷ്യൽ പവറിന് e raised to ആ ടേമിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ് ഇവിടെ വെച്ചിട്ട്. ഇവിടെ വെച്ചിട്ട് ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ e raised to I lambda t ഇൻറ്റു e raised to minus I lambda x രണ്ടായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ ലാംഡയുടെ ടേമിന് ഫസ്റ്റത്തെ ഇൻ്റഗ്രലിനെ ഔട്ട് സൈഡ് എടുക്കുക. കാരണം ആ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ അതിന് ഈ ലാംഡ ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് ആ ടേമിന് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. 1/2 pi ഇൻ്റഗ്രൽ -∞ to infinity e raised to minus I lambda x into integral -∞ to infinity f of t e raised to I lambda t dt d lambda. This is known as the complex form for a Fourier integral. Next one is a problem. Express the function f of x 1 for modulus x less than or equal to 1 and 0 for modulus x greater than 1 as a Fourier integral. Then evaluate the term integral 0 to infinity sin lambda cos lambda x by lambda d lambda. Okay. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഫൊറിയർ ഇൻ്റഗ്രലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൊറിയർ ഇൻ്റഗ്രൽ എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ 0 to infinity ഇൻ്റഗ്രൽ -∞ to infinity എഫ് ഓഫ് ടി കോസ് ഓഫ് ലാംഡ ടി മൈനസ് എക്സ് ഡി ടി ഡി ലാംഡ. ഇനി ഇതിനെ ഫൊറിയർ ഇൻ്റഗ്രലായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്കറിയാം ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? മോഡുലസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1-നെല്ലാം ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അതുപോലെ തന്നെ മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ we have given that f of x is equal to 0 for modulus x greater than 1. Thus we can say that f of t will be equal to 0 for -∞ to t less than -∞ and 1 less than t less than infinity. ഈ മോഡുലസ് എക്സിന് മുകളിലോട്ട് വരുന്ന വാല്യൂസിനെല്ലാം ഇത് 0 ആയതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി 0 ഫോർ ദീസ് ടു ഇൻ്റർവെൽസ് ആൻഡ് എഫ് ഓഫ് എക്സ് വിൽ ബി 1 for modulus x less than or equal to 1. Thus we can say that f of t will be equal to 1 for -1 less than or equal to t less than or equal to 1. ഇനി ഫൊറിയർ ഇൻ്റഗ്രലിൻ്റെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൊറിയർ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഏതിനെ വാല്യൂ ഉള്ളൂ? -∞ to ഇൻഫിനിറ്റിയിലെ ഇത്രയും ഈ ഇൻ്റർവെല്ലിന്, ഇത് ഡിസ്കണ്ടിന്യൂസ് ഇൻ്റർവെല്ലാണ്. നമ്മൾ -∞ to infinity കൺസിഡർ ചെയ്യാണ്. നമ്മൾ -∞ to infinity കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് -∞ ഇൻഫിനിറ്റി.
മൈനസ് 1 1. മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1ൽ എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ 1 ടു ഇൻഫിനിറ്റിയിലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. മൈനസ് 1നും ഇടയ്ക്ക് മാത്രമേ ആ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ 1 എന്നുള്ള വാല്യൂ. ബാക്കി എല്ലായിടത്തും ആ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള ഈ ഇൻ്റർവെല്ലിനെ നമുക്ക് ചുരുക്കിയിട്ട് മൈനസ് 1 ടു 1 നൽകിക്കൂടെ, കാരണം ബാക്കി മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് 1ലും 1 ടു ഇൻഫിനിറ്റിയിലും അതിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് അപ്പോൾ അതിന് നമുക്ക് ചുരുക്കി മൈനസ് 1 ടു 1 കോസ് ഓഫ് ലാംഡ ടി മൈനസ് എക്സ് ഡി ടി ഡി ലാംഡ എന്ന് ആക്കുകയാണ്. ഈ ഇൻ്റർവെല്ല് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് മൈനസ് 1 ടു 1ൽ മാത്രമേ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ഉള്ളൂ, ബാക്കി എല്ലായിടത്തും 0 ആണ്. അപ്പോൾ ബാക്കി എല്ലായിടത്തും ഈ ഇൻ്റർവെല്ലിന് നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിനെ 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാക്കി 2 പാർട്ടിലും 0 ആയതുകൊണ്ട് നമുക്കിതിനെ മൈനസ് 1 ടു 1 മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ കോസ് ഓഫ് ലാംഡ ടി മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്ത് വരും? സൈൻ ഓഫ് ലാംഡ ടി മൈനസ് എക്സ്, ഇതിൻ്റെ ഡെറിവേറ്റീവിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ലാംഡ ടു ദി ലിമിറ്റ് മൈനസ് 1 ടു 1 ഡി ലാംഡ, പിന്നെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ടിക്ക് 1ഉം മൈനസ് 1ഉം കൊടുക്കുക. ഇനി ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു മൈനസ് 1നെ സൈൻ ഔട്ട് സൈഡ് എടുക്കുക, അപ്പോൾ അത് തമ്മിൽ പോസിറ്റീവായി. ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തതാണ് സൈൻ ഓഫ് ലാംഡ 1 പ്ലസ് എക്സ് പ്ലസ് സൈൻ ലാംഡ 1 മൈനസ് എക്സ്, ഒന്ന് റീഅറേഞ്ച് ചെയ്തതേ ഉള്ളൂ. ഇനി ഇതെന്ന് പറയുന്നത് ഇപ്പോൾ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി എന്നുള്ള ഫോമാറ്റ് ആയില്ലേ. എ എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്നത് ലാംഡയും ബി എന്ന് പറയുന്നത് ലാംഡ എക്സും ആ ഒരു ഫോമാറ്റിലായി. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഷോർട്ടാക്കിയിട്ട് 2 സൈൻ എ കോസ് ബി ഈ ഫോമുല അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ എഴുതാം. അപ്പോൾ 2 സൈൻ എ കോസ് ബി എന്ന് പറയുമ്പോൾ 2 സൈൻ ലാംഡ കോസ് ലാംഡ എക്സ് എന്ന് വരും. ഓക്കെ, ഇതിന് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെറുതാക്കി എഴുതിയതാണ്. ഇനി അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ അത് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്താ ഉള്ളത്? എഫ് ഓഫ് എക്സ്. ഇവിടെ ഒരു 2 ഉണ്ട്, ആ 2നെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അഡീഷണൽ ആയിട്ട് ഒരു 2 കൂടി വരും. ഓക്കെ, അതിൽ നിന്ന് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ത് വരും? ഈ 2/π എന്നുള്ള ടേമിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊടുക്കുക. അതാണ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 2 സൈൻ ലാംഡ കോസ് ലാംഡ എക്സ് ബൈ ലാംഡ ഡി എക്സ് വിൽ ബി ഈക്വൽ ടു 1/2 pi f of x, and this value will be equal to pi/2 for modulus x less than 1 and 0 for modulus x greater than 1. ആ തന്നിരിക്കുന്ന കണ്ടീഷനിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് 1 ടു 1ൽ 1 ആണ്. അപ്പോൾ അത് pi/2 എന്ന് വരും. എഫ് ഓഫ് pi/2 ഇൻറ്റു 1. അതുപോലെ തന്നെ മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ആ ടേം മൊത്തം എന്തായി? 0 ആയി പോകും. അതുപോലെ തന്നെ